ഹലോ ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ കാലത്തിന് ശേഷം ഞാനിങ്ങനെ ഫേസ് ടു ഫേസ് ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നമ്മുടെ ബോട്ടോക്സിൻ്റെ അപ്ഡേഷൻ വീഡിയോ ആണ് കേട്ടോ. അതായത് ഇപ്പം ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 5 months കഴിഞ്ഞിട്ടുണ്ടാവും. യെസ്, 5 monthsോളം ആയിട്ടുണ്ട് കേട്ടോ ബോട്ടോക്സ് ചെയ്തിട്ട്. ഞാൻ വീഡിയോ ബോട്ടോക്സിൻ്റെ ചെയ്തിട്ട് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1 or 2 months കഴിഞ്ഞിട്ടായിരുന്നു, 1 month കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും അത്ര ആയിട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 months കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എൻ്റെ ഹെയർ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കേണ്ടായിരുന്നു. ഞാൻ ഇടുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവും എൻ്റെ ഹെയർ. എന്നാലും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഹെയർ കാണിച്ചിട്ട് പിന്നെ ഇപ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ, ഇത് ഞാൻ 2ാമത്തെ വട്ടമാണ് എൻ്റെ ബോട്ടോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ചെയ്തപ്പോഴുള്ള എൻ്റെ റിസൾട്ട് എന്താണ്, എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത് ഈ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങളോട് പറയാണ്, ഇപ്രാവശ്യം എൻ്റെ സെക്കൻഡ് ടൈം ബോട്ടോക്സ് എന്ന് പറയുന്നത് ഒരു വൻ സക്സസ് ആയിരുന്നു. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഫസ്റ്റ് ടൈം ഞാൻ ചെയ്ത സമയത്ത് എനിക്കൊരു 7-8 വാഷ് കഴിഞ്ഞപ്പോഴേക്ക് പതുക്കെ അതിന് എഫക്റ്റ് ഇങ്ങനെ പോയി തുടങ്ങിയപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവർ പറഞ്ഞത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു 50 washes വരെ നിൽക്കുന്നായിരുന്നു, 50 to 60 വാഷ് വരെ. അപ്പം 7-8 വാഷ് കഴിയുമ്പോഴേക്ക് പോകുന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്തത് ഭയങ്കര സക്സസ്ഫുൾ ആയി നിൽക്കുമ്പോൾ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഹെയർ കാണുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഇപ്പോഴും ആ ഒരു നാച്ചുറൽ സ്ട്രേറ്റ് ലുക്കിൽ തന്നെയാണ് കിടക്കുന്നത്. കാരണം എൻ്റെ ഓൾറെഡി വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം എൻ്റെ ഹെയർ എങ്ങനെയാണ്. ഹെയർ കട്ട് ചെയ്തതിനു ശേഷം ഭയങ്കര ഇങ്ങനെ വേവി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഹെയർ ഇത്ര വരെ ഇങ്ങനെ കയറി പോവായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം പക്ക ഒരു സ്ട്രെയിറ്റ് ലുക്ക് തന്നെയാണ് കിടക്കുന്നത്. ഭയങ്കര ഇങ്ങനെ ആ ചെയ്ത സമയത്ത് ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു സ്ട്രെയിറ്റ് ലുക്ക് അല്ല, അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും സ്ട്രെയിറ്റ് ലുക്ക് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഒരു വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതും അതേപോലെ തന്നെ ആവുമോ എന്നുള്ളത്. പക്ഷെ ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫോൾട്ട് എന്ന് പറയുന്നത്, എനിക്ക് മൊത്തത്തിൽ സ്ട്രെയിറ്റ് അങ്ങനത്തെ ഒരു ലുക്കിലോട്ട് പോകും, ഹെയർ ഒട്ടും തന്നെ വോളി ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് അവർ ഹീറ്റ് കുറച്ചിട്ടായിരുന്നു ചെയ്തത്. കാരണം അവരോട് ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ഹീറ്റ് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഒട്ടിപ്പോവില്ല, അപ്പം അങ്ങനെ ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു പേഴ്സണലി അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. അത് അവർക്ക് അറിയുന്ന കാര്യം, നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്രാവശ്യം ഫുൾ ഹീറ്റ് കൊടുത്തിട്ട് അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റിങ്ങും അത്ര തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5 months കിട്ടുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 3-4 months കിട്ടിയാൽ തന്നെ വലിയ കാര്യം എന്ന് വിചാരിച്ച് നിന്നതായിരുന്നു. പക്ഷെ 5 months കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും കേട്ടോ. കണ്ടോ, പിന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് എൻ്റെ ഈ ഹെയറിന്റെ ഈ ഭാഗത്തൊക്കെ കുറച്ച് ഒരു ബെൻഡ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അതെന്താന്ന് വെച്ചാൽ, ഞാൻ ഹെയർ സ്റ്റൈൽ പൊതുവേ ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യും. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഹെൽമെറ്റ് ഒക്കെ വെക്കുമ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തൊരു ബെൻഡ് വരും. അങ്ങനെ വന്നിട്ടുള്ള ബെൻഡാണ് കേട്ടോ. അല്ലാതെ നോർമലി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ബെൻഡും വരില്ല, പക്ക സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിന്നേനെ. പിന്നെ താഴോട്ടൊക്കെ ചെറിയ രീതിക്ക് ഒരു ബെൻഡ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ കിടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം ഞാൻ അങ്ങനെ അധികം ഒന്നും ടൈ ചെയ്യാതെ തന്നെയായിരുന്നു കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്ന ഹെയർ. അതുകൊണ്ടാണ് എനിക്ക് അത്രയും തന്നെ കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത്യാവശ്യം കൂടുതലും ടൈറ്റ് ആയിട്ട് ബണ്ണ് കെട്ടി വെക്കാതിരിക്കുക, അതുപോലെ എന്തെങ്കിലും ക്ലച്ചസ് ഒക്കെ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകളിലേക്ക് കെട്ടി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് കുറച്ചും കൂടി ബെൻഡ് ഒന്നും വീഴാതെ ലാസ്റ്റ് ചെയ്യുമെന്നുള്ളത്. അതുപോലെ തന്നെയായിരുന്നു ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആകെ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് ടൈം ബോട്ടോക്സ് ചെയ്തതല്ല, ആ ഒരു ഫസ്റ്റ് ടൈം ബോട്ടോക്സ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടൊരു സംഭവമായിരുന്നു ഹെയർ കളർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ഹെയർ കളർ ചെയ്തപ്പോഴാണ് എൻ്റെ ഹെയർ അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ മെയിൻറ്റെയിൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ഹെയർ ഓൾറെഡി തിൻ ഹെയർ ആയതുകൊണ്ട് ടിപ്പിലൊക്കെ ഞാൻ കളർ വരാനിട്ട് ഒരു 2 വട്ടം എക്സ്ട്രാ ചെയ്തല്ലോ ബ്ലീച്ച് ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് ആണ് അത്രയും ഡാമേജ് ആയത്. അല്ലെങ്കിൽ മേ ബി അത്രയൊന്നും ഡാമേജ് ആവില്ലായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കളർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഹെയർ പിന്നെ ഞാൻ സെക്കൻഡ് ടൈം ബോട്ടോക്സ് ചെയ്യാൻ വേണ്ടി പോയപ്പം അവർ ഷാമ്പു യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുമല്ലോ. അങ്ങനെ വാഷ് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഫ്രിസി ആയിട്ട് കിടക്കായിരുന്നു. ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു ഹെയർ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ എൻ്റെ ഹെയർ നല്ല ഡാർക്ക് കളർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓൾറെഡി എൻ്റെ ഹെയർ ബ്ലാക്ക് കളർ ആയിരുന്നു. അപ്പം അതിൻ്റെ കൂടെ ബോട്ടോക്സും കൂടി ചെയ്തപ്പോൾ ഉള്ള കളർ കൂടെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ എനിക്കിപ്പോൾ ഈ കളർ ചെയ്തപ്പം ആകെ എനിക്ക് വന്നിട്ടുള്ള ആ ഒരു ഇതാണ്, എൻ്റെ ആ ഒരു ഭയങ്കര ബ്ലാക്ക് കളർ ഹെയറിൻ്റെ പോയി. ഓഫ് കോഴ്സ് കളർ ചെയ്തപ്പോൾ എന്തായാലും ആ ഒരു കളർ വന്നല്ലോ. പിന്നെ അതിങ്ങനെ ഡിമ്മായി വന്നപ്പം ആ കളറിന്നൊക്കെ മാറിയിട്ട് ഒരു ബ്ലോണ്ട്, അങ്ങനത്തെ ഒരു ഡാർക്ക് ബ്രൗൺ ബ്ലോണ്ട് ഷെയ്ഡിലോട്ടൊക്കെ, ആ ഒരു ഷെയ്ഡാണ് ഇപ്പം ടിപ്പിലൊക്കെ ഉള്ളത്.
അങ്ങനെ കാണുമ്പോൾ ഹെയർ ഒട്ടും ഹെൽത്തി അല്ലാത്തൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അന്ന് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നത്. പക്ഷെ രണ്ടാമത് ഞാൻ ബോട്ടോക്സ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സംഭവം. കാരണം പിന്നെ ഹെയർ ഫുൾ ഇങ്ങനെ അലമ്പാവാൻ തുടങ്ങി, മൊത്തത്തിൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത പോലെ ആയതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ഒന്നും കൂടി ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഹെയറിൽ റിസൾട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നും അറിയണമായിരുന്നു. ഇനി എൻ്റെ ഹെയറിന് എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടാണോ എന്ന് അറിയണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പം എനിക്ക് മനസ്സിലായി ഹെയറിന് പ്രശ്നമൊന്നും അല്ലായിരുന്നു. എന്താ പറയുക, ഫസ്റ്റ് ടൈം ചെയ്ത സമയത്ത് ഹീറ്റ് അത്രയും കുറച്ച് ചെയ്തതുകൊണ്ടാണ് ലാസ്റ്റ് ചെയ്യാതിരുന്നത് എന്നുള്ളത്. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ ഇവിടെ സൈഡിലും അങ്ങനെ കുറച്ച് ബെൻഡ് വന്നതല്ലാതെ ഹെയർ ഇപ്പോഴും പക്കാ സെറ്റാണ്. ഇപ്രാവശ്യം ഞാൻ അന്ന് ചെയ്ത പോലെ അടിയിൽ കേള് കൊടുത്തിട്ടല്ല ചെയ്തത്. ഹെയറിന്റെ ടിപ്പിൽ കേള് കൊടുക്കാതെ പക്ക ഫുൾ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തത് കൊണ്ട് തന്നെ എന്താ പറയുക, ലെങ്ത് തോന്നിക്കുമായിരുന്നു കേട്ടോ. അന്ന് ഞാൻ ചെയ്ത സമയത്ത് എന്താ പറയുക, താഴെ ഇങ്ങനെ വേവി ആയിട്ട് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീരെ ലെങ്ത് തോന്നിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടതുകൊണ്ട് അത്യാവശ്യം ലെങ്ത് ഫീൽ ചെയ്യിക്കും. പക്ഷെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ വോളിയം ഭയങ്കര കുറവായതുകൊണ്ട് നമ്മൾ പുറത്തൊക്കെ പോയി കഴിയുമ്പോഴേക്ക് എന്തായാലും ബാക്കിൽ അത്ര ഒരു റെഡി ആയിട്ട് ഉണ്ടാവില്ല, വോളിയം കുറവായതുകൊണ്ട്. അത് മാത്രമാണ് ഒരു പ്രശ്നം. പണി അതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ചത് തന്നെ, ഇനി ഞാൻ ഹെയർ ഇപ്പം ഇത്രയും കാലം ഞാൻ ഹെയറിൽ ആ ഷാമ്പു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹെയർ വാഷ് ചെയ്യുന്നത് വീക്ക്ലി ട്വൈസ് ഒക്കെ വാഷ് ചെയ്യത്തുള്ളൂ. ചിലപ്പം വൺസും വാഷ് ചെയ്തിട്ടുള്ള ടൈം ഉണ്ടാവാറുണ്ട്. കാരണം ഇപ്പം തണുപ്പ് വന്നല്ലോ. അപ്പം എന്താ പറയുക, ഭയങ്കര ചൂടും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്കാൽപ്പൊന്നും എന്താ പറയുക വേർക്കൊന്നും ചെയ്യൂല. അപ്പൊ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഹെയർ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വീക്ക്ലി വൺസ് വാഷ് ചെയ്തിട്ടുള്ള ടൈമും ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹെയർ ഓയിൽ യൂസ് ചെയ്യരുതെന്നാണ് പറയാം. ഞാൻ അതേപോലെ തന്നെ ഒരു 2 months ഒട്ടും തന്നെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല. 2 to 3 months യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ എൻ്റെ ഹെയർ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആവാൻ തുടങ്ങി. കാരണം നമ്മൾ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട് കണ്ടീഷണർ നമ്മൾ ഹെയറിൽ സ്കാൽപ്പിലാക്കുന്നില്ലല്ലോ, നമ്മൾ ഓൺലി ലെങ്ത്തിൽ മാത്രമാണ് കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മുടെ ഹെയർ മാസ്ക് യൂസ് ചെയ്യായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്കിതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. നോക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഹെയർ മാസ്കിൻ്റെയും ഷാമ്പു ആൻഡ് കണ്ടീഷണറും വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. അപ്പം അത് യൂസ് ചെയ്യുമ്പോൾ പിന്നെയും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അത് വീക്ക്ലി വൺസ് അല്ലേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം എന്നാലും സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യാൻ തുടങ്ങി. കാരണം എനിക്ക് ഡാൻഡ്രഫിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. സെക്കൻഡ് ടൈം ബോട്ടോക്സ് ചെയ്യാൻ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു നല്ല രീതിക്ക് ഡാൻഡ്രഫ് ഉണ്ട്, അതങ്ങനെ വിസിബിൾ അല്ല, അങ്ങനെ എടുത്ത് ഇങ്ങനെ കാണുന്ന രീതിക്ക് വൈറ്റ് കളറിലോ അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ ഡാൻഡ്രഫ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഡ്രൈ സ്കാൽപ്പ് ആണോന്നും അറിയില്ല, ഞാൻ കാണുന്നില്ലല്ലോ. അപ്പം എനിക്ക് അതുകൊണ്ട് അതാണോന്നും അറിയില്ല. അവർ പറഞ്ഞത് ഡാൻഡ്രഫ് ആണെന്നാണ്. അപ്പം അത് ഈ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം കേട്ടോ എനിക്ക് ഡാൻഡ്രഫ് വന്നത്. എൻ്റെ ഹെയറിൽ അങ്ങനെ ഡാൻഡ്രഫോ അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ബോട്ടോക്സ് ചെയ്തതിന് ശേഷം വന്നിട്ടുള്ള അതൊരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബോട്ടോക്സ് ചെയ്യുമ്പോൾ ഈ ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് ഇഷ്യൂ വരുന്നത്, അത് മാത്രമാണ് എനിക്കിതിലൊരു പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കുറച്ച് സമയം നമ്മളൊന്ന് ഒരു 2 to 3 weeks നമ്മൾ നന്നായിട്ടൊന്ന് കെയർ ചെയ്യണം. അതായത് ഹെയർ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ട് നടക്കണം. കിടക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആ ഒരു റിസൾട്ട് നല്ല രീതിക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷെ അതൊരു ബുദ്ധിമുട്ടുന്ന രീതിക്കല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ലാസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ സിറം യൂസ് ചെയ്തിരുന്നു. ഓഫ് കോഴ്സ് നല്ലൊരു സിറം ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്, എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല. അത് മാത്രമാണ് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലെനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു 3 months ഒക്കെ അല്ലെങ്കിൽ 3 months ആയി തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അതൊരു പകുതിയൊക്കെ ആയി തുടങ്ങിയപ്പോൾ മുതൽക്ക് ഞാൻ ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹെയറിലും കുറച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം കുറച്ചായിട്ട് ഞാൻ ഹെയറിൽ യൂസ് ചെയ്യാറുണ്ട്, സ്കാൽപ്പിൽ യൂസ് ചെയ്യാറ്. അങ്ങനെ ഓൾറെഡി ഏകദേശം റിസൾട്ടൊക്കെ ഒന്ന് പോയി തുടങ്ങി ഇങ്ങനെ വരികയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയർ കെയർ ചെയ്യാന്നുള്ള രീതിക്ക് ഞാൻ ഹെയർ ഓയിലിംഗ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം, ഞാൻ വീക്ക്ലി വൺസ് വാഷ് ചെയ്യുന്ന ദിവസം 2 ആഴ്ചയോ 3 ആഴ്ചയോ കൂടുമ്പോഴാണ് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യും കേട്ടോ. സ്കാൽപ്പിലാണെങ്കിലും ഹെയറിലാണെങ്കിലും അപ്ലൈ ചെയ്യും. എന്നിട്ട് ഞാൻ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ സെയിം ഷാമ്പു ആൻഡ് ക്യൂയോഡിന്റെ അർഗൻ ഷാമ്പു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നത്. അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ പക്കാ നമ്മുടെ സോഫ്റ്റ് ആയിട്ട് ആ ചെയ്ത സമയത്ത് ഉണ്ടാവുന്ന സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള രീതിക്ക് നിൽക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു തോന്നി. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഹെയർ വാഷ് ചെയ്തതാണ്. ഹെയർ വാഷ് ചെയ്യാതെ കുറേ കഴിയുമ്പം പതുക്കെ ഓയിലൊക്കെ ഇങ്ങനെ ക്രീസ് ആയിട്ടൊക്കെ വന്നിട്ടാണോ എന്ന് അറിയില്ല, ഹെയർ കുറച്ചൊരു അലമ്പായിട്ട് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഇതായിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് ഞാൻ പോയിട്ട് ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഞാൻ സ്കാൽപ്പിലും ഹെയർ ഓയിൽ ചെയ്യും, ഹെയറിലും ഹെയർ ഓയിൽ ചെയ്തിട്ട് ഞാൻ വാഷ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 or 2 months ആയി. പക്ഷെ ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതായത് ആ ഒരു ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ പിന്നെയും അന്ന് ചെയ്തിട്ടുള്ള ആ ഒരു സ്മൂത്ത്നെസ്സും ആ ഒരു നല്ല
അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. ഹെയർ ഇങ്ങനെ നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ഒരു ഷൈനിങ്ങും അറിയാനായിട്ട് പറ്റുന്നുണ്ടാവും കേട്ടോ വീഡിയോയിൽ. എക്സാക്റ്റ് ആ ഒരു ഷൈനിങ് ഉണ്ട് കേട്ടോ, അല്ലാതെ ലൈറ്റിൻ്റെ വെളിച്ചം കൊണ്ടോ അങ്ങനെയൊന്നും വന്നിട്ടുള്ളതല്ല. പിന്നെ ആകെ എനിക്കൊരു പ്രോബ്ലം തോന്നുന്നത്, ഞാൻ കളർ ചെയ്തുകൊണ്ട് തന്നെ ടിപ്പിലൊക്കെ ആ ഒരു കളർ വരുന്നതുകൊണ്ട്, ബ്ലാക്ക് കളർ അറിയാതെ ആ ഒരു കളർ വരുന്നതുകൊണ്ട് തന്നെ ഒട്ടും ടിപ്പിലോട്ടൊന്നും ഹെയർ ഉള്ളില്ല അല്ലെങ്കിൽ ഹെയർ ഇല്ല എന്ന് തോന്നും കേട്ടോ. അത് മാത്രമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എന്താ പറയുക, സിറമോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ഇടയ്ക്ക് മാസ്ക് യൂസ് ചെയ്യും, ഇടയ്ക്ക് അതിൻ്റെ സെയിം കണ്ടീഷണർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇന്നലെ ഇപ്പം ഞാൻ ഹെയർ ഡ്രൈ ആയിട്ട് സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ മാസ്ക് ആണ് ഹെയറിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഷാമ്പു ഇട്ട് കഴിഞ്ഞതിന് ശേഷം. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഹെയർ ഓൾറെഡി തിന്നും പിന്നെ ഡാമേജ്ഡ് ഒക്കെ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പ്രാവശ്യം ബോട്ടോക്സ് ചെയ്തതിന് ശേഷം ഒറ്റ പ്രാവശ്യം പോലും ഹീറ്റ് യൂസ് ചെയ്തിട്ടേ ഇല്ല ഹെയറിൽ. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് ശരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹെയറിന് കൊടുക്കുന്ന ഒരു നല്ലൊരു ഇതാണ്. അതായത് നമ്മൾ ബോട്ടോക്സ് ഓൾറെഡി ചെയ്യുന്നത് തന്നെ നമ്മുടെ ഹെയർ അത്രയും ഹീറ്റ് കൊടുത്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പം തന്നെ ഹെയറിനോട് ചെയ്യുന്നൊരു ദ്രോഹം തന്നെയാണത്. അതിൻ്റെ കൂടെ നമ്മൾ പിന്നെയും ഹെയർ, ഇപ്പം ഇന്നലെ ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഞാൻ പക്ക സ്ട്രെയിറ്റ് ലുക്ക് ഇഷ്ടമല്ല, ബോട്ടോക്സ് ചെയ്തിട്ട് അത് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ 4 ഡേ മുതൽക്ക് ഹെയറിൽ എന്താ പറയുക ബ്ലോ ഡ്രൈയോ അങ്ങനെ ഹെയർ ബ്രഷോ അങ്ങനെ എന്തോ യൂസ് ചെയ്തോട്ടെ, എന്താ പറയുക ഹീറ്റിംഗ് നമ്മുടെ എന്താ പറയുക സ്പ്രേ ഉണ്ടാവുമല്ലോ ഹീറ്റ് കൺട്രോൾ ചെയ്യുന്ന, അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുമോ, സ്ട്രെയിറ്റനിങ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ഹെയറിൽ നമ്മൾ എന്തിനാ ബോട്ടോക്സ് ചെയ്തത്? ഒന്ന് അതിലുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഹെയറിൽ നമ്മൾ എന്താ പറയുക കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഹെയർ സ്മൂത്ത് ആയിട്ടും നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് ഷൈനി ആയിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പം അത്രയും റേറ്റ് കൊടുത്തിട്ട് നമ്മൾ ചെയ്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഹീറ്റ് കൊടുക്കുക എന്ന് പറയുമ്പം അത് പിന്നെയും ആ ബോട്ടോക്സിന്റെ എഫക്റ്റ് പെട്ടെന്ന് പോകും. എപ്പോഴെങ്കിലൊക്കെ സ്റ്റൈൽ ചെയ്യാന്നല്ലാതെ സ്റ്റൈൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ബോട്ടോക്സ് ചെയ്യുന്ന തന്നെ സ്റ്റൈൽ ചെയ്യാതെ ഹെയർ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ. കുറെ പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതായത് എപ്പോഴും ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് കൊണ്ട് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബോട്ടോക്സ് പോയി ചെയ്യുന്നവരുണ്ട്. അപ്പൊ പിന്നെയും നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ആ ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ മാത്രമേ പക്കാ സ്ട്രെയിറ്റ് ആയിട്ട് ഹെയർ ഉണ്ടാവുള്ളൂ. പിന്നെ പതുക്കെ നമ്മൾ വാഷ് ചെയ്യുന്നതനുസരിച്ച് ഹെയർ നല്ല വോളിയം ആൻഡ് നല്ലൊരു ഭംഗിയായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ താഴെ കേൾസ് ഒക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഞാൻ പിന്നെ ഇപ്രാവശ്യം ലെങ്ത്തിൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാതിരുന്നത്. എനിക്ക് ഫസ്റ്റ് ടൈം എൻ്റെ ബോട്ടോക്സ് ചെയ്തപ്പോൾ ആ ഒരു ലുക്കാട്ടോ കൂടുതൽ ഇങ്ങനെ കേളി ആയിട്ടുള്ള ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എഫക്റ്റ് ചെയ്യാൻ പോയി, അത് വേറെ കാര്യം. അപ്പൊ അത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ ബോട്ടോക്സ് ചെയ്തതിന്റെ നെഗറ്റീവ് സൈഡ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതും അതുപോലെ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം എനിക്ക് എൻ്റെ ഹെയർ അങ്ങനെ ലെങ്ത് വെച്ചതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബോട്ടോക്സ് ചെയ്ത സമയത്ത് 6 months ഒക്കെ കഴിഞ്ഞ് ആ ഒരു ടൈമിൽ ഞാൻ ചെയ്യാൻ പോകുന്നതിന്റെ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോയിൽ എൻ്റെ ഹെയർ അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രോ ചെയ്തിട്ടുള്ള പോലെ ഉണ്ടായിരുന്നു എന്ന് കുറേ പേര് കമന്റും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേരല്ല, 1-2 പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് നേരിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ കുറച്ച് വളർന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ഹെയർ ഗ്രോത്ത് ഉള്ള പോലെ ഒട്ടും തന്നെ ഫീൽ ചെയ്തില്ല. പറയുമ്പോൾ 6 months കഴിഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഹെയർ ഓൾറെഡി ഭയങ്കര ഡാമേജ് ഒന്നും ആയതുകൊണ്ട് ഹെയർ ഗ്രോത്ത് ഒന്നും വല്ലാതെ ഇല്ല എന്നുള്ളത്. പക്ഷെ ഇനി ഞാൻ ഹെയർ കുറച്ചും കൂടി ഒന്ന് കെയർ ചെയ്ത് ഹെയർ ഓയിലൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ മുന്നേ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ എടുത്ത് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചാണ്. കാരണം ഇനിയിപ്പോൾ ഹെയറിൽ എന്തായാലും കൂടുതൽ ഹെയർ ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ ഷാമ്പൂ ആൻഡ് കണ്ടീഷണർ ഒന്നും അതിൻ്റേത് യൂസ് ചെയ്യാതെ ആകുമ്പോൾ എന്തായാലും ഹെയർ നോർമലി എൻ്റെ ബാക്ക് ടു പണ്ടത്തെ ഹെയറിലോട്ട് മാറും. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ ഒരു ടൈമാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടൈം എന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്തായാലും എൻ്റെ ബോട്ടോക്സ് ഇപ്രാവശ്യം ഇത് സെക്കൻഡ് ടൈം ചെയ്തത് നല്ലൊരു സക്സസ്ഫുൾ ബോട്ടോക്സ് ആയിരുന്നു. എനിക്ക് റിസൾട്ട് അത്യാവശ്യം നല്ല രീതിക്ക് എന്നെ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓയിൽ ചെയ്യാതെ കുറെ കാലം കൂടി നിന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മേ ബി കുറേ കിട്ടുമായിരുന്നു. ശരിക്കും എനിക്ക് 1 year അടുത്ത് മേ ബി കിട്ടുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഞാൻ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് 2 മാസത്തോളമായിട്ട് ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടും ഒരു വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഞാൻ ക്ലിപ്പ് ചെയ്യുന്നതുകൊണ്ടും അങ്ങനെ വന്നിട്ടുള്ള ബെൻഡ്, കിടക്കുമ്പോൾ വന്നിട്ടുള്ള ബെൻഡൊന്നും അല്ലാതെ ആ ഒരു സ്ട്രെയിറ്റിൽ തന്നെയാണ് കിടക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലുക്കിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ അത് ഷുവറാണ് എന്തായാലും ഒരു 1 year അടുത്ത് തന്നെ എനിക്ക് കിട്ടുന്നുള്ളത്. സോ ഞാൻ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ തിൻ ഹെയർ ഉണ്ടെങ്കിൽ നിങ്ങൾ ബോട്ടോക്സ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് ഹെയർ നല്ല അടിപൊളിയാക്കി കൊണ്ട് നടക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറേ കാലം ഡോക്ടറെ കാണിച്ച് ഹെയറിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ക്യാഷ് ഒക്കെ നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റൈൽ ചെയ്യണം, തൽക്കാലത്തെ ആവശ്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോട്ടോക്സ് ചെയ്യുന്നതുകൊണ്ട് വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഹെയർ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് റിസൾട്ട് എന്നൊക്കെ ഉള്ളത് വേണമെങ്കിൽ പിന്നെ ഒരു വീഡിയോയിലൊക്കെ ചെയ്യാട്ടോ. എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യില്ല. അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു
ധാരണ, യെസ്, റിസൾട്ട് കാണാനല്ലേ. അപ്പൊ ഞാൻ ഇതിന്റെ വേണമെങ്കിൽ എന്റെ ഹെയറിന്റെ ബാക്ക് സൈഡ് എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോന്റെ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയാണ്. അപ്പൊ എന്റെ ബോട്ടോക്സിന്റെ അപ്ഡേഷൻ വീഡിയോ ചോദിച്ചിട്ടുള്ള കുറച്ച് പേരുണ്ട്. അപ്പൊ കുറച്ച് പേർക്കുള്ള ഒരു വീഡിയോ കൂടിയാണ് ഇത്. വേറെ ആരെങ്കിലും ഇത് കാണുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ കൂടി ഉണ്ട്, കുറച്ചായി വന്നിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ലൈക്കൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവില്ല, ഡൗൺലോഡ്, ലൈക്ക്, ഷെയർ, അതിലുണ്ടാവും കേട്ടോ ഈ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ അതുകൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എനിക്ക് ഹെൽപ്ഫുൾ ആണ് എൻ്റെ വീഡിയോയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് വീക്ക്ലി 3 ടൈംസ് ഞാൻ ചാനലിൽ ഇടുന്ന വീഡിയോസ് ഹൈപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് 3 ടൈംസ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിതാ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ട് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഒന്നുകൂടി പറയാണ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് ഒരു വ്ളോഗായിട്ട് കാണുന്നവരായിട്ട്.